അപ്പം നമ്മൾ ഇന്നലെ നിർത്തിയത് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ദൈവത്തിന് അറിയുന്ന വഴികളാണ്. ഒന്ന് റിലീജിയസ്, പിന്നെയും പല വഴികളുണ്ട്. അപ്പോൾ നമുക്കറിയുന്നല്ലേ പറയാൻ പറ്റൂ. റിലീജിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ മതപരമായിട്ടുള്ള നിഷ്ഠകളിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ അറിയുന്നു, ഭഗവാൻ അറിയുന്നതിലൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. ആ വഴിയാണ്. അപ്പോൾ അതിനെന്താ ഭക്തിമാർഗം, പ്രാർത്ഥന, അമ്പലത്തിൽ പോവുക, വഴിപാടുകൾ ചെയ്യുക, പൂജ ചെയ്യുക, മതഗ്രന്ഥങ്ങൾ വായിക്കുക, അതിൽ കൂടെ നമ്മൾ ടച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ പോകണം, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകും, ഞാനൊരു അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന്, അതായത് നമ്മുടെ ക്രൗൺ, ശിരസിന് മുകളിൽ ഒരു ക്രൗൺ ചക്ര എന്ന് പറഞ്ഞിട്ട് ചക്രയുണ്ട്, എനർജി ആണ് ക്രൗൺ ചക്ര. അതിൽ കൂടെ നമുക്ക് മുകളിലേക്ക്, ദൈവത്തിലേക്ക്, അത് ദൈവം മുകളിലാണെന്നുള്ള ഒരു സങ്കല്പം അങ്ങനെയാണ്. പക്ഷെ അവിടേക്കുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പലർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനൊക്കെ പോയി പ്രാർത്ഥിക്കില്ല ഞാൻ സാധാരണ, ഞാൻ അങ്ങനെ തൊഴുത് നിൽക്കുള്ളൂ. പക്ഷെ ആ ഫീൽ ചെയ്യുള്ളൂ അവിടുത്തെ എനർജി, മനസ്സിലായ? അപ്പം നമുക്ക് ചുറ്റൊരു എനർജി ഫീൽഡ് ഉണ്ട്, അതിന് ഔര എന്ന് പറയും. ഇത് പ്രൂവ് ചെയ്തുള്ളതാണ്. അത് നമ്മൾ ഈ ഭഗവാന്റെ അല്ലെങ്കിൽ വല്ല സന്യാസിമാരൊക്കെ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ അത് കാണാം, അതിൽ എനർജി ഒരു വെളിച്ചം, പ്രകാശം അതിന് ചുറ്റുമായിട്ടുള്ളതായിട്ട് വരച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഔര എന്ന് പറയും. അതൊരു എനർജി ഫീൽഡാണ് നമുക്കുള്ളത്. അത് പലരിലും വ്യത്യാസപ്പെട്ടിരിക്കും. സ്പിരിച്വലായിട്ടുള്ള കൂടുതൽ ആൾക്കാർക്ക് അത് കുറച്ച് ഡെവലപ്പായിട്ടുള്ള ഔരയായിട്ട് കാണാൻ പറ്റും, അല്ലാത്തവർക്ക് കുറഞ്ഞ് കാണാൻ പറ്റും. ഈവൻ നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം ഔരയിലാണ് വരുന്നത്. അതായത് ചുരുങ്ങിയതൊരു 5-6 മാസത്തിന് മുമ്പേ അത് ഔരയിൽ പ്രവേശിച്ചിരിക്കും. അതിനുശേഷമാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് അത് വരുന്നത്. ഇത് ഔര എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഔര നമുക്ക് ചിലർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതാണ്. പക്ഷേ ഇത് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, കിരീലിയൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ, ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി. അത് ബോംബെയിലും ചില സ്ഥലത്തുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ അവരുടെ ഫോട്ടോ എടുത്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ പറയണമെന്നല്ല, ഇതുള്ളതാണ്. അപ്പോൾ ഈ ഹീലേഴ്സ് ഉണ്ട് അതിൽ പല ആൾക്കാർ, ഈ പ്രാണിക് ഹീലേഴ്സ്, റേക്കി ഹീലേഴ്സ്, അവരൊക്കെ ഈ ഔരയിലാണ് ശരിക്കും വർക്ക് ചെയ്യുക, ഹീലിംഗ് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അവരാണ് അങ്ങനെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നത്. എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ, കുറച്ചധികം പേരുണ്ടായിരിക്കാം. അപ്പോൾ സ്പിരിറ്റ്, മൈൻഡ്, ബോഡി, ഈ 3 എണ്ണത്തിൽ അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ ആത്മാവുണ്ട്, മനസ്സുണ്ട്, പിന്നെ ശരീരം. ഇത് 3 നമ്മൾ സംരക്ഷിക്കുന്നത്. ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ്, നമ്മളെല്ലാവരും ആത്മാക്കൾ. പിന്നെ നമുക്ക് മുകളിലുള്ളത് ഒരേ ഒരാൾ, പരമാത്മാവ്. അപ്പോൾ പരമാത്മാവിലുള്ളൊരു കണക്ഷൻ നമ്മൾ എടുക്കുന്നു മെഡിറ്റേഷനിൽ കൂടെ. അങ്ങനെ നമ്മുടെ സോളിനെ, ആത്മാവിനെ ശുദ്ധി ചെയ്യുന്നു മെഡിറ്റേഷനിൽ കൂടെ. അവരാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയില്ലേ, ദൈവത്തിന്, ഞാൻ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പോൾ കുറെ ഭഗവാനെ പ്രാർത്ഥിക്കും, അയ്യപ്പൻ, മുരുകൻ, ഗുരുവായൂരപ്പൻ, അപ്പോൾ ഇവരൊക്കെ വിളിക്കും. അപ്പോൾ ചില ദിവസം ആരെങ്കിലും ഒരാളെ മറന്നുപോയി, അയ്യോ അയാളെ മറന്നുപോയല്ല, ഞാൻ അദ്ദേഹത്തിന് ദേഷ്യം വരും, അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിളിക്കും. അങ്ങനെ, അതായത് നമ്മൾ കാര്യസിദ്ധി, നമുക്ക് എന്തെങ്കിലും നല്ലത് വരട്ടെ എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഏത് ഭഗവാനെ വിളിക്കണം? അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി ചെറുപ്പത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഓരോന്നും അറിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇതെന്താണ്, ഇതങ്ങനെയാണോ അല്ലേ എന്നുള്ളതൊക്കെ അറിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഭഗവാനെ പറ്റി പറയുമ്പോൾ ഈ മതങ്ങളിൽ പലതുണ്ടല്ലോ, നമ്മൾ ഹിന്ദു മതം മാത്രമല്ലല്ലോ, മുസ്ലിം മതമുണ്ട്. അതിലും അവർ പറഞ്ഞിട്ടുള്ളത് നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഭഗവത്ഗീത, ഹിന്ദുമതത്തിലെ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ അതിലെല്ലാം സാരമുണ്ട്. അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം, അതിനെ ഡീകോഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്പിരിച്വാലിറ്റി എന്താണെന്ന് നമുക്ക് അതിൽ കൂടെ അറിയാൻ പറ്റും. ശരിക്കും സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കുന്ന രീതി പലതാണ്. ഞാനൊരു കഥ പറഞ്ഞില്ലേ ആദ്യമേ, 4 അന്ധന്മാരെ ആനനെ കാണാൻ പോയ പോലെ. അതേപോലെയാണ് ഞാൻ വായിച്ചാലും നിങ്ങൾ വായിച്ചാലും വേറെ ആൾ വായിച്ചാലും അത് പല രീതിയായിട്ട് തോന്നും, പലതായിട്ട്. അതിന് കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും, ദൈവം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എല്ലാ മതങ്ങളും പറയണത് ഒന്ന് തന്നെയാണ്.